ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിനിടത്തെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ ഫസ്റ്റ് വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എവിടെ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. വേറെ എവിടെയല്ല അമ്മ പോകുന്നത് തായ്ലൻഡിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഫുൾ ഇതിനെക്കുറിച്ചിട്ടായിരിക്കും. എവിടെ പോകുന്നു, ആരൊക്കെ പോകുന്നു, അവിടെ പോയി എന്താന്ന്, എങ്ങനെയാണെന്നൊക്കെ. വേറെ ആരുമില്ല, ഞാനും അബിയും മാത്രമാണ് ഈ ട്രിപ്പ് പോകുന്നത്. ഓവർ 40 ഡേയ്സ് ആയിട്ടുണ്ടാവും നമ്മൾ ഈ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഈ ട്രിപ്പ്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തത് അതാണ്, ടിക്കറ്റ് എടുത്തു. കാരണം എങ്ങാനും നമ്മളഥവാ വേണ്ടാന്ന് വെച്ചാലോ ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫെയർ കൂടിയാലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചത്. അങ്ങനെ നമ്മൾ ജൂലൈ 31 ടിക്കറ്റ് എടുത്തു. കാരണം അന്നെൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ആബി പറഞ്ഞ് ഇന്ന് തന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ആ ദിവസം ടിക്കറ്റ് എടുത്തു. നമ്മൾ ഈ പാക്കേജ് സെറ്റാക്കി തന്നത് ഹയാൽ ട്രാവൽസ് ആണ്. കോഴിക്കോടുള്ള ഒരു ട്രാവൽസ് ആയിരുന്നു അവർ. എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ഒരുപാട് തായ്ലൻഡ് വീഡിയോസ് നോക്കിയിരുന്നു യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള ഒരു ആശ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞതും അങ്ങനെയാണ് അവർ പാക്കേജ് സെറ്റ് ചെയ്ത് തന്നതും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ ബാക്ക് സ്റ്റോറി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അത് നമ്മളെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു സ്ഥലത്തേക്ക്. To you the safety features on this aircraft. We ask for your full attention and tighten the belt by pulling on the buckle strap. วิธีการปลดเข็มขัดให้ยกหัวด้านบนคือ ബൈ. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലോട്ട് എത്തി. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഗൈഡ് എയർപോർട്ടിൽ എത്തുന്നതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്ന ആ ഒരു വഴിയിൽ തന്നെയാണ് ടൈഗർ ടോഫിയും പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്ത ശേഷമാണ് റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷായി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഗേറ്റ് 5 അവരുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഗേറ്റ് 5 അടുത്ത് നമ്മളെ നെയിം ബോർഡ് നമ്മൾ കണ്ടു. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് അവർ ഗൈഡിന് അയച്ചു കൊടുത്തു. അതിന് ശേഷം ഗൈഡ് വന്ന് നമ്മളെ പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ കാറിൽ കയറി. ഫസ്റ്റ് തന്നെ പോകുന്നത് പട്ടായയിലെ ടൈഗർ ടോഫിയിലോട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 hour ജേണി ഉണ്ടായിരുന്നു അവിടത്തേക്ക്. നോർമലി 1 hour ആണെന്ന് പറഞ്ഞത് അവർ. പക്ഷെ നല്ല ബ്ലോക്കും കാരണം ഉണ്ടായതുകൊണ്ട് ലേറ്റ് ആവും. അതുകൊണ്ട് 2 hour എന്തായാലും എടുക്കുന്നതാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിയിലോട്ട് എത്തി. After finish, come back here. Okay. And my car number 351. No? Okay. Okay. Thank you. Bye. Then roam around to see lion, baby tiger and big lion. അങ്ങനെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ടൈഗർ ഫീഡിങ്, ടൈഗർ വാക്ക്, ക്രൊക്കഡൈൽ ഷോ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെയാണ് എത്തിയത്. അപ്പോൾ കുറച്ച് ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എത്രയേനു. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായൊരു പ്ലേസ് ആയിരുന്നു. പിന്നീട് നമ്മൾ ഷൂട്ട് ആൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഒരുപാട് ടൈഗേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമുക്കൊരു ഗണ്ണിരും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാം. അന്നേരം നേരെ അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ടൈഗറിൻ്റെ ഫുഡ് താഴെ വീഴും. പക്ഷെ നമുക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഒറ്റ ഫുഡ് പോലും വീണിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടു. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഇഷ്ടംപോലെ പ്ലേസാണ് അവിടെ ഉണ്ടായത് തന്നെ. ഹലോ.
അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിനു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഇളനീർ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അവിടുത്തെ ഇളനീർ കാണാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ഒരു രക്ഷയില്ല, അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് ഫുള്ളായി എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് 1 hour ഉണ്ടായിരുന്നു. ഹലോ, അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. ഇവിടെ ആൾക്കാർ മെയിനായിട്ട് വരാം ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയ്ക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ പോയാടും കഴിച്ചത് മാംഗോ ആണ്. നല്ല സ്വീറ്റ് മാംഗോ ആയിരുന്നു. എന്തായാലും നമ്മളെ നാട്ടിലൊന്നും ഈ ഒരു ടേസ്റ്റിന് എന്തായാലും മാങ്ങ കിട്ടൂല എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. ഓക്കെ, താങ്ക് യു. May part home sa lung sa luay la. അങ്ങനെ മാംഗോ ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നടക്കാനൊക്കെ തുടങ്ങി. അത്രയ്ക്കും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാരണം പിന്നീട് ആൾക്കാർ വരുന്നത് ഷോപ്പിങ്ങിനായിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ എഗ്ഗും ബനാന കൊണ്ടും അവരൊരു സാധനം ഉണ്ടാക്കും. അത് അവിടുത്തെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ തുഴഞ്ഞു പോവാം. നല്ല രസമാണ്. അന്നേരം നമുക്ക് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇത്. ഇതിലിങ്ങനെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരും ഉണ്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട്. How much? 100 baht for one. 100. You got any discount? No discount. I staff no discount. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റും കൂടി എക്സ്പ്ലോർ ചെയ്ത് ഹോട്ടലിൽ എത്തി. Okay. 2 PM ആണ് നമ്മുടെ ചെക്ക് ഇൻ ടൈം ഉണ്ടായത്. പക്ഷെ നമ്മൾ അവിടെ റീച്ച് ആയത് 1:45 അങ്ങനെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷൊക്കെ ആയതിനു ശേഷം ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. ഒരു ചിക്കൻ്റെ എന്തോ ഒരു കറിയും പിന്നെ നാൻ റൊട്ടിയാണ് ഓർഡർ ചെയ്തത് തന്നെ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ റൊട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തെന്നറിയില്ല, എന്തോ ഒരു എനർജി കിട്ടിയ പോലെ നമുക്ക് തോന്നി. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ആൾക്കാരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നല്ലതുപോലെ നമ്മളെ ഗ്രേറ്റ് ചെയ്യും. എല്ലാത്തിനും താങ്ക് യു, വെൽക്കം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്.
പക്ഷേ ഉണ്ടല്ല ഇവിടെ കുറച്ച് ഒരു ടാസ്ക് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് അവരെ തായ് ലാംഗ്വേജ് അറിയൂ. കുറച്ച് ആൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, എന്നാലും അധികം യൂസ് ചെയ്യാറ് അവരുടെ ലാംഗ്വേജ് തന്നെയാണ്. ബാക്കിയെല്ലാം കൊണ്ട് ഇവിടെ പെർഫെക്റ്റ് ഓക്കെ ആണ് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. എന്താ പറയുക, ഒരു ഹോം ഫീൽ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ട് കിട്ടിയത് തന്നെ. അത്രയ്ക്കും ഹാപ്പി ആയിരുന്നു നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.